മാന്യ മഹാജനങ്ങളെ, നമ്മുടെ സ്കിറ്റ് ഇത് ആരംഭിക്കുകയായി. ദേവക്കുട്ടിയുടെ സ്കിറ്റ്. എല്ലാരും ഒന്ന് ശാന്തരാകുക, പരിപാടി തുടങ്ങാൻ പോവാണ്. വായിന്നിപ്പോ പച്ച മാറി ചുവപ്പാ മാറി. റേഡിയോയില് സംസാരിച്ചാ പോരെ? മതി 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 മതി, റേഡിയോ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാലോ അല്ലേ? കാര്യം പറഞ്ഞേക്കാം. എത്ര നേരം നിന്നെ ചന്ദ്രാതെ കുറിച്ചോട് അളിയാതെ കുറിച്ചോട് അടിക്കുന്ന ആലോചിച്ച് എല്ലാരും സൈലന്റ്, എല്ലാരും സൈലന്റ് ആണ്, സൈലന്റ് ആണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാരും ശാന്തരായിരിക്കും. പട്ടായ കോയമ്പത്തൂർ മാന്യസുഹൃത്തിനെ നമസ്കാരം. ടീം കളിക്കൂട്ടം അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്ന നാടകം കളിമഴ. നമുക്ക് പതിയെ കടന്നു ചെല്ലാം ടെൻസ് ലെവലേഷമില്ലാത്ത ലോകത്തിലേക്ക്. രംഗം 1, ദേശായി തറവാട്. നീ ഇവിടെ വെറുതെ ഇരിക്കുവാണോ? ഞാൻ നിനക്കൊരു പണി തരാം. നീ ഒരു പടം വരയ്ക്കണം, പട്ടി റൊട്ടി തിന്നുന്ന പടം. അത് അച്ഛനെ കാണിച്ചിരിക്കണം, കേട്ടല്ലോ? എന്തോ അടി ഇത് വരച്ചു വെച്ചേക്കുന്നത്? ഞാൻ പട്ടി റൊട്ടി തിന്നുന്ന പടം. റൊട്ടി എവിടെ? റൊട്ടി പട്ടി തിന്നു. അപ്പൊ പട്ടിയോ? പട്ടി റൊട്ടി തിന്നോണ്ട് പട്ടി പോയി. മോളെ, നിന്റെ പേര് പ്രസക്തി നാട് മൊത്തം ഞാൻ അറിയിക്കും. നിനക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട്, എല്ലാ പട്ടായ എല്ലായിടത്തും നിന്റെ ഞാൻ കൊണ്ടുപോകും. അപ്പം നമ്മള് മുംബൈയില് ചെന്നൈയിലൊന്നും പോകത്തില്ലേ? എടി മോളെ, ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. ശരി അച്ഛാ. അമ്മയറിയാതെ അച്ഛനും അമൃതയും പട്ടായക്ക് പോകുമോ? പട്ടി തിന്നു എന്ന് പറഞ്ഞ റൊട്ടി തിന്നത് പട്ടിയോ അമൃതയോ? രംഗം 2, മണ്ട പറഞ്ഞ അമൃതയുടെ ബെഡ്റൂമിൽ. അമൃതേ, എന്തു പറ്റി? ഞാൻ അർജുനേട്ടന്റെ ലാപ്ടോപ്പ് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു. അയ്യോ, പക്ഷെ അങ്ങനല്ല. നമ്മള് സ്റ്റോറി പറയുമ്പോ വലിയ വലിയ ആൾക്കാർ പറയുന്നത് അങ്ങനല്ല. യു ആർ എ പ്ലേ ബോയ്, ഗോ ഫോർ ത്രീസം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ റെഡിയാവോ? എല്ലാം റെഡിയാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണം. ഇനി എന്ത് വേണം നിനക്ക്? അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് പറയാൻ ശ്രമിച്ചു, എനിക്ക് പറ്റിയിട്ടില്ല. യു ആർ എ പ്ലേ ബോയ് ഫോർ എ ത്രീസം. അമൃതേ, അവരുടെ ഇടയ്ക്ക് ഗംഗ കടന്നു വരുമോ? അമൃതയുടെ തലയിൽ തലച്ചോറോ അതോ പൊതിച്ചോറോ? അമൃതയുടെ കൂടുതൽ ഊളത്തരകളുമായി ഞങ്ങൾ വീണ്ടും വരും. കളിക്കൂട്ടത്തിന്റെ കളികൾ കാത്തിരിക്കുക അടുത്ത ഓണം വരെ.
അപ്പൊ നല്ലൊരു അപ്പൊ നല്ലൊരു സ്കിറ്റ് ബൈ കളിക്കൂട്ടവും അമൃതയും നമ്മുടെ സ്റ്റേജ് തകർത്തടിക്കുന്നു തന്നെ പറയാം.